ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ചക്കപ്പുഴുക്കിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. യാത്രയായി വേളൊളി നീളുമിൻ നിഴലിനെ നോക്കി നീ നിൽക്കയോ സന്ധ്യയായോ മനെ, നിന്നിലേക്കെത്തുവാൻ ദൂരമില്ലാതെയാ നിഴലൊളിയും വേളയാ. അതെ, ഒരു യാത്രയെക്കുറിച്ചാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ എപ്പിസോഡ്. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ യാത്രക്കാരാണ് അല്ലേ? ഒരു നീണ്ട യാത്ര, ചിലരുടെ യാത്ര ദൈർഘ്യം കൂടിയും കുറഞ്ഞും ഇരിക്കും എല്ലാവർക്കും, പക്ഷേ എല്ലാവരും അൾട്ടിമേറ്റ്ലി ഒരു യാത്ര തന്നെയാണ്. അപ്പം ആ നീണ്ട യാത്രക്കിടയ്ക്ക് നമ്മൾ നടത്തുന്ന ചില കൊച്ചു കൊച്ചു യാത്രകൾ, അതിനെ ഒന്ന് ഇടയ്ക്കൊക്കെ നമ്മളെ ഒരേ രീതിയിൽ യാത്ര ചെയ്ത് നമ്മൾ മടുത്തു കഴിയുമ്പോൾ ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ റീറൂട്ട് ചെയ്ത് വിടും ഇടയ്ക്കിടയ്ക്ക് അല്ലേ? ചില കൊച്ചു കൊച്ചു യാത്രകൾ നടത്തും. അങ്ങനത്തെ ഒരു യാത്രകൾ എന്നും നമുക്ക് ചേഞ്ച് തരുന്നുണ്ട് ജീവിതത്തിൽ. അതിൽ കൂടുതലായിട്ട് പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമാണ്. വേറെ എവിടെ യാത്ര ചെയ്യുന്ന പോലെയല്ല. നമ്മൾ ജനിച്ച നാട്ടിൽ നമ്മുടെ മാതാപിതാക്കന്മാരും കൂടപ്പുറപ്പുകളും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉണ്ട്. ആ ഒരു നാട്ടിലേക്കുള്ള യാത്ര എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. നെടുമ്പാശ്ശേരിയിൽ കാല് കുത്തുമ്പോഴേ നമുക്കൊരു പ്രത്യേക സന്തോഷം. പിന്നെ ആ നെടുമ്പാശ്ശേരിയിലെ നമ്മുടെ ആനയൊക്കെ വെച്ചേക്കുന്ന ആ ഒരു സ്റ്റാച്യു ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ ഞാനൊരു പിക്ചറൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോ എടുക്കലുകൾ അവിടെ ഉദ്ഘാടനം ചെയ്തു. പിന്നെ എയർപോർട്ടിൽ മൂത്ത ആങ്ങളയുടെ മുകളിൽ കിച്ചും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഷൈനി ആൻറ്റി റിസീവ് ചെയ്യാൻ ഒരു പൂവൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പം ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ മനസ്സിൽ ഒരു കടലോളം സ്നേഹം ഉണ്ടെങ്കിലും അത് പുറമേ എക്സ്പ്രസ് ചെയ്തില്ല പിന്നെ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നമ്മൾ ആ മനസ്സിൽ അതെല്ലാം സൂക്ഷിച്ചു വെച്ച് തന്നെ നമ്മൾ ആരും അറിയാതെ പറയാതെ നമ്മൾ പിരിഞ്ഞു പോകുന്നു, ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മറഞ്ഞു പോകുന്നു അല്ലേ? അപ്പം ഒരു പൂവായിട്ടോ ഒരു വാക്കായിട്ടോ ഒരു നോക്കായിട്ടോ ഒക്കെ നീ എനിക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് എന്ന് നമ്മൾ ആരോടാണേലും ആ ഒരു അവരോടുള്ള നമ്മുടെ ആ ഒരു സ്നേഹം അല്ലേ, അവർക്ക് നമ്മുടെ ജീവിതത്തിലുള്ള സ്ഥാനം ഒക്കെ ഇങ്ങനെ അതിൽ കൂടെയൊക്കെയാണ്, വാക്കിൽ കൂടെ നോക്കിക്കൂടെ പൂക്കൂടെയൊക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പം ഞാൻ ആ പൂവ് വളരെ കാര്യമായിട്ട് കുറേ ദിവസം സൂക്ഷിച്ച് കരിയാതെ വാടാതെയൊക്കെ സൂക്ഷിച്ച് വെച്ചു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ആ മൂത്ത ആങ്ങളയുടെ വീട്ടിൽ, എൻ്റെ അപ്പച്ചനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവർ താമസിക്കേണ്ടിയിരുന്ന തറവാട്ട് വീട്ടിൽ, ആ വീട്ടിൽ പോയി 3-4 ദിവസം അവരുടെ കൂടെ മൂത്ത ആങ്ങളുടെ നാത്തൂൻ്റെ മോളുടെ ഒക്കെ കൂടെ സന്തോഷകരമായ കുറച്ച് ദിവസങ്ങൾ, കുറച്ച് നിമിഷങ്ങൾ ഞങ്ങൾ വെളിയിൽ പോയി ഫുഡ് കഴിച്ചു. പല ദിവസം പല സൈസ് ഫുഡുകളൊക്കെ മാറി കഴിച്ചു. പിന്നെ വീട്ടിൽ തന്നെ ഒരു ദിവസം മാത്രം ഞാൻ വീട്ടിലിരുന്നുള്ളെന്ന് എനിക്ക് എല്ലാവരുമായിട്ട് ഒരു ദിവസം ഒരിടത്തും പോകാതെ ഒരു ദിവസം, അന്ന് ഈ 14 ദിവസത്തിൽ ആ ഒറ്റ ദിവസം മാത്രമേ ഞാൻ വീട്ടിലിരുന്നിട്ടുള്ളൂ. അന്ന് വീട്ടിലിരുത്ത് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് ആ വീട്ടിലിരുന്നു. പിന്നെ ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ മൂവി കാണാനായിട്ട് പോയി. അപ്പം എൻ്റെ ഓർമ്മയിൽ പാലായിലെ മഹാറാണി യൂണിവേഴ്സൽ ന്യൂ തിയേറ്റർ, ഈ 3 തിയേറ്ററുകൾ എൻ്റെ ഓർമ്മയിലുള്ളൂ. ഇപ്പം കാലവും പ്രായവും ഒക്കെ മാറി വന്നപ്പോൾ നമുക്ക് മൂവി കാണാനൊന്നും ഒരു താല്പര്യവും പണ്ടത്തെ പോലെ ഇല്ല. പണ്ടെന്ന് പറഞ്ഞാൽ കൊച്ചു കാലത്ത് ഞാൻ ചാച്ചൻ്റെ കുഞ്ഞുമ്മച്ചിയുടെ ഒക്കെ കൂടെ പോയിരുന്ന പാലായിലൊക്കെ പഠിച്ച കാലത്ത് ഇഷ്ടംപോലെ മൂവികൾ അന്നത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ വർഷങ്ങളോളം ആയി ഒരു തിയേറ്ററിൽ പോയിട്ട്. ഇടയ്ക്കൊക്കെ ഇവിടുത്തെ തിയേറ്ററിൽ പോയി വല്ലപ്പോഴും മലയാളം മൂവിയൊക്കെ വരുമ്പം കാണാറുണ്ട്. എങ്കിലും നമുക്ക് അത്രയും താല്പര്യമൊന്നുമില്ല. ഇതിപ്പോൾ ഒത്തിരി കാലം കൂടി ഇങ്ങനെ ഫാമിലിയായിട്ട് നമ്മൾ കുടുംബം, ആങ്ങളുടെയും മക്കളുടെയും മകളുടെയും എല്ലാം കൂടെ പോയിരുന്ന് ഒരു മൂവി കണ്ടു. അത് കൊച്ചു പറഞ്ഞു, ഷൈനാൻറ്റി ഇതുവരെ പാലായിലെ പുതിയ തിയേറ്ററിൽ നല്ല അടിപൊളി പുത്തേട്ട് തിയേറ്റേഴ്സ് വന്നിട്ടുണ്ട്, അവിടെ പോയി നമുക്ക് കാണാം. ഷൈനാൻറ്റി പോയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി. അപ്പം സാധാരണ നമ്മളൊരു മൂവി കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് പോകുന്നത് അല്ലേ? പക്ഷേ ഈ മൂവി ഒരു ഹൊറർ മൂവിയായിരുന്നു. പ്രണവ് മോഹൻലാൽ അഭിനയിച്ച ആ ഒരു മൂവി ഉണ്ടല്ലോ, ദ ഡൈസറ എന്ന് പറഞ്ഞ മൂവി, അതായിരുന്നു. അപ്പം നമ്മളൊരു മാനസിക ഉല്ലാസത്തിന് പകരം ഒരു മാനസിക സംഘർഷം എന്ന് പറഞ്ഞ പോലെ ഒരു മാനസിക പീഡനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 2-2.5 മണിക്കൂർ ഞങ്ങൾ അലറി വിളിച്ച് കരഞ്ഞ് തലതല്ലി കരഞ്ഞ് അയ്യോ എൻ്റെ അമ്മോ അയ്യോ എന്നൊക്കെ പറഞ്ഞ് ആർത്തനാദങ്ങളും അലറി വിളികളും ഒക്കെ ആയിരുന്നു മൊത്തം. അപ്പോൾ ആ മൂവി കണ്ടതിന് ശേഷം പോലും വീട്ടിൽ വന്നിട്ട് എനിക്ക് അതിൻ്റെ ആ മെയിൻ ക്യാരക്ടർ, ഒരു കനി എന്ന് പറയുക, ആ പേര് പോലും നമ്മൾ മറന്നു പോയില്ല, ആ ക്യാരക്ടറിൻ്റെ പേര് പോലും. ഇങ്ങനെ മരിച്ചിട്ട് കിണറ്റിൽ നിന്ന് പൊക്കി എടുത്തോണ്ട് വരുന്നൊരു സീനൊക്കെ ഉണ്ട്. ആ കണ്ണൊക്കെ തുറിച്ച് അയ്യോ എൻ്റെ അമ്മ, അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഇപ്പോഴും പേടിയാണ്. ആ ഒരു കുറേ ദിവസത്തേക്ക് എനിക്ക് ഉറങ്ങാൻ പേടിയെന്ന് ഇപ്പോഴും ഓർക്കുമ്പോൾ പേടിയാണ്. പക്ഷേ അങ്ങനെയും ഒരു എക്സ്പീരിയൻസ് ആയി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതിനുശേഷം ഞാൻ കിച്ചുവിൻ്റെ കല്യാണത്തിനൊന്നും ഞാൻ നാട്ടിലില്ലായിരുന്നു.
അപ്പോൾ അവളുടെ ആദർശിൻ്റെ പപ്പായും മമ്മിയും ഒന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ പോയി അവരെ പരിചയപ്പെട്ടു. അവരുടെ ആ വീടും ആ പരിസരവും ഒക്കെ ഒരു പ്രത്യേക ഒരു ന്യൂ ജൻകാരി പറഞ്ഞല്ലോ പ്രത്യേക വൈബ് ആയിരുന്നു. ഒരു ആദർശിൻ്റെ പപ്പയാണെങ്കിൽ നല്ലൊരു കൃഷിക്കാരനാണ്. പുള്ളിക്ക് പൂന്തോട്ടത്തിൻ്റെ പൂക്കളുടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല എങ്കിലും അതിൻ്റെ ബാക്കി പൂക്കളൊക്കെ ഇപ്പോഴും നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പൂന്തോട്ട കൃഷി അതിൻ്റെ ഏതാണ്ട് പ്രത്യേകം നരേന്ദ്രമോദിയുടെ നിന്ന് 50,000 രൂപയുടെ അവാർഡ് കിട്ടിയെന്ന് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊരു അപ്പോൾ അവരുടെ പറമ്പിലെ തന്നെ കരിക്ക് വെട്ടി ആ കരിക്ക് കുടിച്ചു. പിന്നെ പല പല ഫ്രൂട്ട്സ് അതെല്ലാം കണ്ട ഒരു പ്രത്യേക അനുഭവമായിരുന്നത്. കുറേ നല്ല സ്നേഹമുള്ള മനുഷ്യർ അവർ സ്നേഹത്തോടെ വിളമ്പി തന്ന കുറച്ച് ഭക്ഷണവും. അവർ ആദർശിൻ്റെ മമ്മിയാണെങ്കിൽ നല്ലൊരു കുക്കാണ്. അവർക്ക് നല്ലൊരു കേറ്ററിംഗ് സർവീസ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഫുഡിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അടിപൊളി ഫുഡാവട്ടോ എന്നോട് ചോദിച്ചാൽ ഞാൻ നമ്പർ പറയാം. അപ്പോൾ എനിക്ക് ചക്കപ്പുഴുക്കൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ചക്കപ്പുഴുക്കും കപ്പപ്പുഴുക്കും ഇല്ലാത്ത ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയാം. എല്ലാം അവർ സ്നേഹത്തോടെ വിളമ്പിത്തന്ന ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ സന്തോഷമായിട്ട് അവിടുന്ന് തിരിച്ചു പോന്നു. അതിനുശേഷം ഞാൻ അമ്മയുടെ വീട്ടിൽ ഞാൻ കൊച്ചിലെ നിന്ന് പഠിച്ച എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർ താമസിക്കേണ്ടിയിരുന്ന തറവാട്ട് വീട്ടിൽ അമ്മയുടെ ഇളയാങ്ങള ബോവനങ്ങളുടെ വീട്ടിൽ ആ പഴയ വീടൊക്കെ ഇപ്പോൾ ഒത്തിരി പരിഷ്കരിച്ചു എങ്കിലും അവർ താമസിച്ചിരുന്ന വീടാണല്ലോ. അവിടെ പോയി ബോവനങ്ങളുടെയും അമ്മയുടെ അനിയത്തി കുമാരി ചേച്ചീനെയും കൂടെ ഞാൻ തൊടുപുഴയിൽ നിന്ന് ഇങ്ങോട്ട് വിളിപ്പിച്ചു. കാരണം ദിവസം കുറവായതുകൊണ്ട് അവിടെ ഒന്നും പോകാൻ സമയമില്ലായിരുന്നു. ഇങ്ങോട്ട് വിളിപ്പിച്ച് ഞാനും ബോവനങ്ങളും കുമാരി ചേച്ചിയും കൂടെ കുറച്ച് സമയം ഞാൻ ആ വീട്ടിൽ ചെന്ന് കയറിയപ്പോഴേ എനിക്ക് മിസ്സായത് ബോവനങ്ങളുടെ സിജീനെയാണ്. പെട്ടെന്ന് ഒരു 2 വർഷം മുമ്പാണ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് മരിച്ചു. ഇപ്പം ആ വീട്ടിലോട്ട് കയറുമ്പോഴേ സിജി ഇല്ലാത്ത ആ വീട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ തറവാട്ട് വീട്ടിൽ പോകുന്നത്. അപ്പം സിജി ഉണ്ടെങ്കിൽ ഷൈനി കഴിക്കാൻ എന്നാ വേണ്ടേ, കുടിക്കാൻ എന്നാ വേണ്ടേ, ഉടുപ്പ് മാറണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഓടി നടന്ന ആ വീടൊക്കെ തൂത്ത് തുടച്ച് ഓടി നടന്ന ഒരാൾ, ഒരു വീടിൻ്റെ വിളക്ക് എന്ന് പറയുന്ന ആ വീട്ടിൻ്റെ അമ്മ, ഭാര്യ, സ്ത്രീയാണല്ലോ. അപ്പം ഒരു നല്ല പ്രായത്തിൽ പെട്ടെന്ന് കടന്നു പോകുമ്പോഴേക്ക് അത് നമുക്കൊരു ഭയങ്കര ഓടി നടന്ന സിജിയുടെ ഒരു ഫോട്ടോ ഇങ്ങനെ തിരിയൊക്കെ കത്തിച്ച് പൂവൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടമാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല. അപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതം വളരെ നശ്വരമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓരോരുത്തർ കടന്നു പോകുന്നല്ലേ. അപ്പോൾ അങ്ങനെ അവിടെ ബോവനങ്ങൾക്ക് കുറച്ച് സന്തോഷം കൊടുക്കാനും ബോവങ്ങളുടെ തന്നെയുള്ള മൂടൊക്കെ ഒന്ന് മാറ്റാനൊക്കെ വേണ്ടിയിട്ട് ഞാനും കുമാരി ചേച്ചിയും കൂടെ കുറേ പണ്ടത്തെ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം കൂടെ ഞങ്ങൾ 3 പേരോട് പറഞ്ഞ് കുറേ ചിരിച്ചു. കുറേ സങ്കടകരമായ ഓർമ്മകൾ, കുറേ നല്ല ഓർമ്മകൾ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള പള്ളി ചിറ്റാറുപള്ളി, അവിടെയായിരുന്നു ഞാനും വേദപാഠമൊക്കെ പഠിച്ചത്. അപ്പോൾ വേദപാഠ ചിറ്റാറുപള്ളിയിൽ പോയി കുർബാന കൂടി ചാച്ചനും കുഞ്ഞുമച്ചിയും പിന്നെ ഇപ്പോൾ സിജിയും എല്ലാം ഉറങ്ങുന്ന ആ കല്ലറയിൽ പോയി കുറേ അവിടെ നിന്നു, കുറേ പ്രധാനം പ്രാർത്ഥിച്ചു. അതുപോലെ ഞാൻ മൂത്ത ആങ്ങളയുടെ അടുത്തായിരുന്നപ്പോൾ എൻ്റെ അപ്പച്ചനും അമ്മയും ഉറങ്ങുന്ന ആ കല്ലറയിലും അവിടെയും പോയി നിന്ന് അവിടെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ അവരെക്കുറിച്ചുള്ള കുറേ ഓർമ്മകളിൽ കൂടെ ഇപ്പോഴും അവർ നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ പോലും അവർ പ്രത്യേക ഫീലാണ് നമ്മൾ ആ കല്ലറയുടെ അടുത്ത് നിന്ന് അവരെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ലേ. ഇപ്പോഴും ഒന്നും പറ്റാറില്ല, വല്ലപ്പോഴും ഒരിക്കൽ പോകുമ്പോഴാണ് അതൊക്കെ പറ്റാറുള്ളത്. പിന്നെ ആ ചിറ്റാറുള്ളിയുടെ അടുത്ത് തന്നെയാണ് അമ്മയുടെ ഒരു നടുക്കത്തെ ആങ്ങള വിജയനങ്ങളും വിജയനങ്ങളുടെ ആൻറ്റി ഓമന ആൻറ്റിയും കൂടെ താമസിക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം അവരുടെ അടുത്ത് പോയിരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അങ്ങനെ കുറേ പിന്നെ ഞാനും ബോവനങ്ങളും കുമാരി ചേച്ചിയും കൂടെ പാലാ ടൗണിൽ കൂടെ കുറേ ചുമ്മാ നടന്നു. പണ്ടത്തെ ഓർമ്മകൾ, ഞാൻ ആ കൊച്ചായിരുന്നപ്പം നീലപ്പാവാടയും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് ആ പാലാ ടൗണിൽ കൂടെ ഡിസംബർ 8 മരിയൻ റാലി എന്ന് പറഞ്ഞ തിരിയൊക്കെ പിടിച്ച മാതാവിൻ്റെ പാട്ടുമൊക്കെ പാടി പോകുന്ന അതൊക്കെ അങ്ങ് ഓർത്തു. പാലാ ടൗണിൽ കൂടെ നടന്നപ്പോൾ ടൗണൊക്കെ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ആ കുരിശുവള്ളി കവലയും പിന്നെ മഹാറാണിയെ കണ്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. കാര്യം മഹാറാണി തിയേറ്റർ അതൊക്കെ ഇപ്പോൾ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമം തോന്നും അല്ലേ. എൻ്റെയൊക്കെ കൊച്ചു പ്രായത്തിൽ ഒത്തിരി ഒരു ആത്മബന്ധമുള്ളതാണ് മഹാറാണി, പാലാ ടൗൺ അങ്ങനെയൊക്കെ. അപ്പോൾ അതിലേക്കൂടെയൊക്കെ കുറേ നടന്നു. അതിനൊക്കെ ശേഷം ഞാൻ തിരിച്ച് എൻ്റെ കൊച്ചാങ്ങള മംഗലാപുരത്താണ്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് നമ്മൾ ഇൻഡിഗോ ഫ്ലൈറ്റിൽ പോയി. ഇൻഡിഗോയുടെ ഫ്ലൈറ്റിൽ പോയപ്പോൾ നല്ലൊരു ആ ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ പേരനായിരുന്നു, ഒരു പ്രത്യേക ചിക്കൻ സാൻഡ്വിച്ച്, അത് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ആ ഒരു യാത്രയിൽ ഞാൻ മംഗലാപുരത്ത് ചെന്നപ്പം കുറഞ്ഞ സമയത്തിൽ 3-4 ദിവസം അവിടെ ഉണ്ടായിരുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് നന്നായിട്ട് എന്നെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ കൂർഗ് എൻ്റെ ഒരു സങ്കല്പ ഭൂമിയായിരുന്നു. കൂർഗിലെ കാപ്പിത്തോട്ടങ്ങൾ, കൂർഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കാപ്പിത്തോട്ടമാണല്ലോ ഓർമ്മ വരുന്നത്. അതിലെ പൂക്കളൊക്കെ, കാപ്പിപ്പൂ വിരിഞ്ഞു വരുന്ന സമയമുണ്ടല്ലോ, പൂക്കളുടെ മണം, ആ സമയത്ത് പോകണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നത്. അപ്പോൾ എൻ്റെ ഇളയാങ്ങള എനിക്ക് വേണ്ടി കൂർഗിലൊരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങൾ കൂർഗിൽ പോയി. ആ കൂർഗിലെ കാഴ്ചകൾ കുറച്ചേറെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എപ്പിസോഡ് ഒത്തിരി നീണ്ടുപോകും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കൂർഗ് വിശേഷങ്ങളുമായിട്ട് കൂർഗ് കാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ
ടേക്ക് കെയർ.